അത് ചെയ്താൽ എനിക്ക് നല്ല ഗുണകരമാണ്, അതും പറയാലോ. പുരട്ടി ഒരു 4 ദിവസം കൊണ്ട് നീര് പോലെ വന്നായിരുന്നു ഇവിടെ. അതൊക്കെ ഞാനിപ്പോ എന്റെ മുടിയുടെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വേറൊരു രസം പറയട്ടെ, ഒറിജിനൽ മുടി ഇതാട്ടോ. ഇത്രയാണ് എന്റെ മുടിയുടെ അവസ്ഥ. നമ്മുടെ ഗാർഡനിലെ പുതിയ അതിഥിയാണ് കേട്ടോ. കോടിക്കണക്കിന് മുല്ലപ്പൂക്കൾ ഒരുമിച്ചുണ്ടാവും. അമ്മയ്ക്കൊരു സ്റ്റാഗ്നന്റ് പൊസിഷൻ ഇല്ലല്ലോ, പറപ്പിച്ചോണ്ടിരിക്കുക. തെന്നി മാറി ഞാൻ തന്നെ അങ്ങനെയല്ലേ തെന്നി മാറി നടക്കും. ഞാൻ മുടി വലിച്ചു മുറുക്കി പിന്നിട്ടേക്കുക. ഇതൊന്ന് അഴിച്ചു വെച്ച് ചീക. ഞാനിത് എന്തിനാ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലമായപ്പോൾ ചൂടിൻ്റെ ഇതുകൊണ്ട് ഫുഡൊക്കെ കഴിപ്പ് കുറവ്, പിന്നെ നൊയമ്പിൻ്റെ സമയത്തൊക്കെ ഫുഡ് വളരെ കുറവ്. അതൊക്കെ കാരണം ചൂടിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു മുടി കുറച്ചൊക്കെ പൊഴിയണുണ്ട് കേട്ടോ. അത് പറയണമല്ലോ. പിന്നെ മുട്ടവെള്ളയൊക്കെ ഞാൻ മുട്ടയൊക്കെ ഞാൻ പതപ്പിച്ച് തലയിൽ ഇടണുണ്ട്. അത് മാസത്തിൽ 1 or 2 ഒക്കെ ഇടാറുള്ളൂ. ചിലപ്പോഴൊക്കെ വിട്ടുപോകും. അത് കാരണം അത് ആഴ്ചയിലൊന്നും ഇട്ടാൽ നല്ലതാണ്. പക്ഷെ ആഴ്ചയിലൊന്നൊന്നും ഞാനങ്ങനെ ഇടാറില്ല കേട്ടോ, മടി പിടിക്കും. ഒന്നാമത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുകാലത്തെ നമുക്ക് ഫുഡ് നമ്മളൊക്കെ കഴിക്കാൻ തോന്നൂല. ജ്യൂസുകളൊക്കെ കുടിക്കും, ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിക്കും. പിന്നെ ഫുഡിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ പൊഴിച്ചിലും മുടി വളർച്ചയൊക്കെ കുറയൂല്ലോ. പിന്നെ വേനൽക്കാലമായപ്പോൾ നൊയമ്പുകാലം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചൊക്കെ മുടി പൊഴിഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 1 മുട്ട പതപ്പിച്ച് തലയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഗുണമാണ്. അത് ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു. ഈ ചൂട് വന്നപ്പോൾ എനിക്കൊക്കെ മടിയായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് മുട്ട പതപ്പിച്ചൊക്കെ വെച്ച് കഴുകി കളയണത് കേട്ടോ. അത് ചെയ്താൽ എനിക്ക് നല്ല ഗുണകരമാണ്, അതും പറയാലോ. പിന്നെ മുടി എപ്പോഴും ചീകിയേച്ച് ചൂടായതുകൊണ്ട് ഞാൻ വലിച്ചു മുറുക്കി അങ്ങ് പിന്നും. ഒന്ന് പിടിച്ചോ, അത് വലിച്ചു മുറുക്കി പിന്നിട്ടേക്കണേ. വലിച്ചു മുറുക്കി പിന്നിടുമ്പോൾ ചുരുങ്ങി ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞേച്ച് ഞാനിങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ചൊക്കെ കെട്ടിയൊക്കെ വെച്ചോണ്ടാ നടക്കണം. ഇതിലേക്ക് ചൂടുകുരു വരാറുണ്ട്. ചൂടുകുരു ഞാനൊരു ഓയിൻമെന്റ് തൂക്കണുണ്ട്. അത് ആയുർവേദിക് ഡോക്ടറെ കോട്ടക്കല കണ്ടേച്ച് മേടിച്ചതാ. ചൂടുകുരു ഇവിടെ അത് ചൂടുകുരു തുടങ്ങുമ്പോഴേ ആ ഭാഗത്തൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് ശമിച്ചു പോകും. അവർ പറഞ്ഞ അതങ്ങ് പതിങ്ങങ്ങ് ഇതായിട്ട് പോകുന്ന പറഞ്ഞേ. കഴുത്തേലേയും കയ്യിലേയും ഒക്കെ പോയി നെറ്റിയുടെ അവിടെ ഒരു വലുത് വന്നായിരുന്നു, നല്ല വലുതായിരുന്നു. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങ് അതെനിക്ക് തോന്നുന്നു വെയിലടിച്ചിട്ടാണോ എന്നും അറിയില്ല, പുറത്തോടൊക്കെ നടന്ന് അങ്ങനെ പുരട്ടി ഒരു 4 ദിവസം കൊണ്ട് നീര് പോലെ വന്നായിരുന്നു ഇവിടെ. അതൊക്കെ ചുങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞാനിപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വലിച്ചു മുറുക്കിയിട്ടേക്കണത് അങ്ങ് അഴിക്കാം. അപ്പം മുടി എങ്ങനെയാണെന്നുള്ളതും ചീകമ്പഴും കാണിച്ചു തരാം. ഈ വലിച്ചു മുറുക്കി ഇങ്ങനെ പിന്നിടുമ്പോൾ ഒട്ടും തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യൂല. ലൂസായിട്ട് പിന്നുമ്പോൾ ഇനി കൊഴാന്ന് കിടക്കും. പിന്നെ പ്രധാനമായിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസായിട്ട് പിന്നിക്കഴിഞ്ഞാൽ ഉച്ചിയിൽ കെട്ടി വെക്കാൻ പറ്റൂല. വലിച്ചു മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉച്ചി കെട്ടിയാൽ ക്ലിപ്പങ്ങ് ഇട്ട് വെക്കും. അപ്പം അത് ചൂടിൻ്റെ ഇതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ മുടി ഇങ്ങനെ അഴിച്ചില്ലേ ഇപ്പം. ഇനി ഞാൻ ചീകി കാണിക്കാം. അങ്ങോട്ട് തിരിയട്ടെ എന്നാ, ചീകി കാണിക്കാം കേട്ടോ. നോക്കിക്കോ. അറ്റം വെട്ടേണ്ട സമയമായി. അറ്റം വെട്ടണില്ല അങ്ങനെ ഉടനെ, കാരണം കുറച്ച് ലെങ്ത് ഒക്കെ വെച്ചിട്ട് അറ്റം ലെവൽ ചെയ്ത് വെട്ടാനായി. എല്ലാവരും പറയും ലെയർ വെട്ടാൻ. പണ്ട് മുടി ഒരുപാട് നീളവും അത്യാവശ്യം തിക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒട്ടും നീളയില്ലാത്തത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ അറ്റം വെട്ടിക്കാതെ കൊണ്ട് നടക്കണത്. വളരൂന്നാ പറയണേ. അത് ശരിയാ അത് പറഞ്ഞത്. ഒറിജിനൽ മുടി ഇതാട്ടോ. ഉള്ളിൽ ചീകി കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ വലിച്ചു മുറുകി പിന്നുമ്പോ പിന്നെ കുറച്ച് മുടി. വേറൊരു രസം പറയട്ടെ, ഇന്നാള് ഞാൻ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എനിക്ക് ഇതിനു വേണ്ടി ഈ വർക്ക് ഏരിയയിൽ ഒരു മിറർ വെച്ചിട്ടുണ്ടെന്നാ, ഒരു ചീപ്പ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് മുടി ചെയ്യാനല്ല ഉദ്ദേശിച്ചേക്കണത്, ആ മിററില് മുഖമൊക്കെ ഒന്ന് നോക്കാൻ ഉദ്ദേശിച്ച് അവിടെ പണ്ട് മുതലേ വർക്ക് ഏരിയ ഉണ്ടാക്കിയപ്പോലൊരു ചെറിയ മിറർ വെക്കാറുണ്ട്. വർക്ക് ഏരിയ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വേറൊരു മിറർ അവിടെ വെച്ചു. ഒരു ചീപ്പ് അവിടെ വെച്ചേക്കണത്, അവിടെ ഇരിക്കുന്ന ചീപ്പ് കൊണ്ടാണ് പുറത്ത് കൊണ്ടുവന്ന് രാവിലെ മുടി ചീകണത്. അവിടെ നിന്ന് മുടി ചീകാറില്ല. അവിടെ നിന്ന് മുടി ചീകാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ നേരെ ഇടാം, എന്തായാലും മുടി കൊഴിഞ്ഞു വീഴൂന്നുള്ളത് അത് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന. അപ്പം അതിനൊക്കെ ഒരേ ഇത് വന്നത് കൊണ്ട് പറഞ്ഞതാ. അപ്പം അടുക്കളയിൽ നിന്നല്ല മുടി ചീകണ്ടേന്ന്. ഒരിക്കലും അടുക്കളയിൽ നിന്ന് ആരും ചെയ്യാൻ പാടില്ല, ഭക്ഷണത്തിൽ വീഴൂലേ, അതെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന. പിന്നെ ഓരോരുത്തരും പലരും പല രീതിയല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ കമന്റ് ഇടും. ഞാനൊന്ന് പറഞ്ഞു പോയി മിററും ചീപ്പും അവിടെ ഇരിക്കണ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം പിന്നെ അതങ്ങ് പറഞ്ഞതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞതാ. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് നിന്ന് ഇത് ചെയ്യാൻ വേണ്ടി എപ്പോഴും ബെഡ്റൂമിലേക്ക് പോകാൻ പറ്റൂലല്ലോ ചീപ്പ് എടുക്കാൻ. ഇതെങ്കിൽ ഞാൻ
ചീപ്പയിൽ കാണിക്കാൻ മുടി ഉണ്ടോ എന്നുള്ളത് കേട്ടോ. 1-2 മുടി പൊഴിഞ്ഞിട്ടുണ്ട് ചീകീതേ. ദേ ഇത്രയേ ഉള്ളു എൻ്റെ മുടി കേട്ടോ. തിക്നെസ്സും ലെങ്ത്തും നീ പറഞ്ഞ പോലെ അറ്റം ലെവലൊന്നും അല്ല, ഉള്ള കാര്യം കാണിച്ചതാ കേട്ടോ. പിന്നെ ദേ ചീപ്പയിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ദേ ദേ ഇത് കണ്ടോ, ദേ കിട്ടിയിട്ടുണ്ട്. ദേ ഇത്രയും മുടി പൊഴിഞ്ഞിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. അത് അല്ല, ചീകുമ്പോ പോയുള്ളൂ. ചീകുമ്പോ അത്രയും വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ ഒന്നൊക്കെ പുരട്ടിയാൽ നല്ലതാ മുട്ട പതപ്പിച്ച്. ഞാൻ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ചെയ്യാറ്. അപ്പം ഞാൻ ദേ ഇത്രയാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഇനി ദേ ഇങ്ങനെ ഇപ്പം ദേ ഇങ്ങനെ ഒന്ന് പിടിച്ച് കാണിക്കാം. ദേ കണ്ടോ? പോണിട്ടയില് കെട്ടാലോ? അല്ല, അതൊന്നും കിട്ടിയ ചൂടത്തിരിക്കാൻ പറ്റുമോ? ഇനി ഞാൻ വലിച്ചു മുറുക്കി പിന്നണ കാണിക്കാം. എടുക്കട്ടെ? ഇപ്പം മുടി കണ്ടല്ലോ. ദേ ഇത്രേ ഉള്ളു കൂട്ടോ സംഭവം. എല്ലാ കൂന്തലും പോയി, കാർകൂന്തലൊക്കെ. ഇനി പിന്നണ കാണിക്കാം. ഉണ്ടല്ലോ. അല്ല, ഇത്രയേ ഉള്ളൂ. കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ട് ഇതിലൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാട്ടോ. ഇനി നമുക്ക് വലിച്ചു മുറുക്കി വലിച്ചു മുറുക്കി പിന്നണേൻ്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദേ മുടി ഇങ്ങനെ അങ്ങ് എടുത്തു. പണ്ടൊക്കെ ഞാനില്ലേ രണ്ടായിട്ട് നടുക്ക് വകഞ്ഞേച്ച് 2 വശവും പിന്നിടുന്നൊരു കാലമൊക്കെ ചെറുപ്പകാലം ഉണ്ടായിരുന്നു. ദേ നോക്കിക്കോ, ദേ മുറുക്കി അങ്ങ് എടുക്കും. ഇത്രയും മുറുക്കി പിന്നാൻ അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. അല്ല, ഇങ്ങനെ മുറുക്കി പിന്നണതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. ലൂസാക്കി പിന്നെ തിക്നെസ് ഇച്ചിരൂടെ ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടി പിന്നിയിട്ടില്ല. ഞാൻ പിന്നാന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടല്ലോ. എനിക്ക് ഇഷ്ടമല്ല. ചെറുപ്പം മുതൽ ഇങ്ങനെ ശീലിച്ചുകൊണ്ടാണ് ഞാൻ. മുടി വളഞ്ഞു പോവും. അതെന്നാന്നറിയുമ്പോ, ഞാൻ ചെറുപ്പം മുതലേ മുടി നീളമുള്ള മുടിയായിരുന്നു കൊണ്ട് പിന്നിട്ട്, അന്നത്തെ കാലമൊക്കെ പിന്നലല്ലേ, പിന്നിട്ട് നടന്നുകൊണ്ടതേ. ഇനി റബ്ബർ ഇടും. റബ്ബർ എന്ന് പറഞ്ഞാൽ ഈ ഇത് മേടിക്കുന്ന റബ്ബർ ഇടാം. ഇത് ഇനി ഇങ്ങോട്ട് ഇട്ടാച്ചാ ഞാൻ ചെയ്യാറ് സാധാരണ. ഇത് ഞാനൊരു 2-3 ഇതൊക്കെ അങ്ങ് ആക്കി വെച്ചാ ഇടുന്നതേ. കണ്ടോ? ഇതാകുമ്പോൾ മുടി പൊട്ടിപ്പിടിക്കില്ല. മറ്റേ റബ്ബർ ബാൻഡ് ആകുമ്പോൾ മുടി അതിലേക്ക് പിടിച്ചിങ്ങനെ വലിഞ്ഞിരിക്കും, കൊള്ളൂല. മറ്റേ റബ്ബർ ബാൻഡില്ല, അത് ഇടരുത്. ഇതാകുമ്പോൾ ഇതിലങ്ങനെ മുടി അധികം ഇതാവില്ല. ഉള്ളില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ. വലിയ റബ്ബർ ബാൻഡ് ഞാൻ എപ്പോഴും മേടിക്കുള്ളൂ, ചെറുത് എനിക്ക് ഇഷ്ടമല്ല. അത് അത്രയും ചെയ്തില്ലെങ്കിൽ തിക്നെസ് ഇതായതുകൊണ്ട്, വലിയ റബ്ബർ ബാൻഡ് ആയതുകൊണ്ട് കുറേ ചുരുട്ടി വെക്കണം. ചെറിയ റബ്ബർ ബാൻഡ് കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കുമോ അവർ, അത് മതിയോന്ന്. എനിക്കത് ഇഷ്ടമല്ല, വലുത് വേണം എനിക്ക്. അത് ഓരോരുത്തർക്കുടെ രീതികളല്ലേ. ദേ ഇതാണ് ഇനി ഇങ്ങനെയൊക്കെ കയറ്റി വെക്കും ഞാൻ പണിയെടുക്കുമ്പോൾ. ഇവിടെ ഒന്നും ഇപ്പം ചൂടുകുരുമില്ല അല്ലേ? പോയതിന്റെ അതുണ്ടാവും, പാടുണ്ടാവും എന്തായാലും. അപ്പം ഇതാണ് എൻ്റെ പരിപാടി. അപ്പം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് മുടിയെ പറ്റിയുള്ള കാര്യം പറഞ്ഞതാ. പിന്നെ കുറേയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് ചൂട്. അപ്പോൾ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ഇത് പക്ഷെ കൊലകുത്തിയായിരുന്നു ഉണ്ടാവേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ചൂടിന്റെ അല്ലേ, ഇലയൊക്കെ കരിയുണ്ടെന്നേ. കാട്ടിൽ നിൽക്കണ ചെടിയാ അവിടെയൊക്കെ. പക്ഷെ ഇത് ഇപ്പം എനിക്കറിയില്ല എന്നാന്ന്. ഇന്നലെ നമ്മളെ അവിടെ പോയപ്പോൾ ഇത് കണ്ടായിരുന്നു. എവിടെയാന്നറിയാമോ? കയലിന്റെ അവിടെ നിന്ന് പോരുമ്പോ മഞ്ഞപ്പൂക്കൾ കുറെ നിക്കണ എടുത്തില്ലേ, അതിന്റെ ഇപ്പറയായിട്ടൊരു കുറ്റി പോലെ നിക്കണം. വലിയ മരമായിട്ട് നിക്കണം, കുറ്റി പോലെ. അവിടെ എല്ലാം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന. നിങ്ങൾക്ക് വീഡിയോയിൽ വരും കേട്ടോ, അത് ക്രമേണ അന്നേരം കാണാതെ. ഈ കീരിയൊന്നും എടുത്തില്ല, കാരണം മഴക്കാറ് വെച്ചത് കൊണ്ട് അങ്ങനെ എല്ലാം ഓടിച്ചെടുക്കാൻ പറ്റില്ല. അകത്ത് കയറി എടുക്കണമല്ലോ എന്നോർത്ത് വേഗം നമ്മൾ അകത്തേക്ക് പോയി. ഇവനെ കാണുമ്പോ എനിക്ക് ഓർമ്മ തന്നെ എന്താണെന്നറിയോ, നല്ല വെള്ള നിറത്തിലുള്ള ബോഡിയും നീല കണ്ണുകളുമായിട്ടുള്ള പേർഷ്യൻ പൂച്ച. അവനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മയ്ക്കൊന്നുമല്ല, എനിക്ക് ചെറുപ്പത്തിലെ കൊല കുത്തി ഉണ്ടാവണ കീരിപ്പഴം അല്ലെങ്കിൽ പൂച്ചപ്പഴം, അതിനെ ഓർമ്മ. ഇതിപ്പോ വിട്ടുവിട്ട എന്നായാലും സാധനം ഉണ്ടായല്ലോ. 2 കൊല്ലമായി ഉണ്ടായി. കഴിഞ്ഞ കൊല്ലമൊക്കെ കൊലയായിട്ടുണ്ടായിരുന്നു. തോണ ഇത് കുറവാ. പൂച്ചപ്പഴം പറയണോണ്ട് എനിക്ക് പൂച്ചയെ ഓർമ്മ. മനസ്സിലായി. വലിയ മധുരമൊന്നുമില്ല, പക്ഷെ കൊല കുത്തി കിടക്കുമ്പോൾ നല്ല ഭംഗിയാ. സിംഗിളായിട്ട് കിടക്കുമ്പോൾ അത്രയും ഭംഗിയില്ല. എന്നതാണെങ്കിലും നോബി അത് പിടിപ്പിച്ചു കൊണ്ടേ തന്നു. അത് ഞാൻ വെയിലടിക്കണം നല്ല സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. മഴ പിടിക്കുമ്പോഴേ മോളിയിട്ടുള്ള ഈ ഭാഗം വേണമെങ്കിൽ തുമ്പ് കട്ട് ചെയ്യുക, അപ്പൊ ശിഖരായിട്ട് വന്നോളൂ. നമ്മുടെ മരമുല്ല പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ നട്ട ഒരു പുതിയ, നമ്മുടെ ഗാർഡനിലെ പുതിയ അതിഥിയാണ് കേട്ടോ. ഗാർഡൻ പറയാനൊന്നും ഇല്ല അല്ലേ? മരമുല്ല. മണിമുല്ല പിടിച്ചായിരുന്നോ? ഇല്ല.
എന്നാ ബാ. വള്ളി പോലെയാ അത് നിക്കണേ അല്ലേ? ഉം. മരമുല്ലയും മണിമുല്ലയും. മണിമുല്ല എന്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ മേടിച്ചതാണ്. മരമുല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ. പൊങ്ങി നിൽക്കും ഇങ്ങനെ. ഇനി സൺഡേ മൺഡേ വേണം. മണിമുല്ല ഇതാണ് നിന്റെ ഫേവറേറ്റ് മണിമുല്ല. ഇത് ദുർബലാണ്. ഈ മുല്ലയുടെ വള്ളി പോലെ കയറി പൊക്കോളും. ക്രിസ്മസ് ജാസ്മിൻ എന്നാ ഇതിന് പറയുന്നത്. നവംബർ ആ ടൈമിലൊക്കെ ഇത് പൂവിടുന്നത്. കോടിക്കണക്കിന് മുല്ലപ്പൂക്കൾ ഒരുമിച്ചുണ്ടാവും ഇത്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെ സ്ഥലങ്ങളിൽ കയറ്റാനില്ല. ഇതിങ്ങനെ പടർത്തി ഇതിലേക്ക് കയറ്റി കഴിഞ്ഞ് എങ്ങനെ കയറ്റി ഇതേ വള്ളി കെട്ടി ഇതിലേക്ക് ആക്കാന്ന് എന്നൊക്കെയാ മനസ്സിലിരിക്കണ കേട്ടോ. എങ്ങനെയാണെങ്കിലും നല്ലതാ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞേ കമ്പി കെട്ടി ഇങ്ങോട്ട് വെക്കാന്ന് ഇങ്ങനെ. അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാം. ഇതിന് വലിയ കട്ടിയില്ലല്ലോ. അപ്പൊ പിടിച്ചു കഴിയുമ്പോ വളയിട്ട് കൊടുക്കാം. അപ്പൊ പൊങ്ങി പോന്നോളും. അത് നല്ലതാ. ഇത് ഓൺലൈൻ വഴി വരുത്തിച്ചതാട്ടോ. കൊച്ചിതാ, ചെറുതാ. നല്ല ആരോഗ്യമുണ്ട്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഗാർഡനിലെ പുതിയ എൻട്രൻസ്. അതെ. അപ്പൊ വെൽക്കം ടു അവർ ഫാമിലി. പക്ഷെ ഇതെല്ലാം ശുഷ്കിച്ചത് കൊണ്ട് പുതിയത് പാകി നിർത്തിക്കണ കിളുത്തു. ഇനി അത് പറിച്ചു നടാറാവണം. അവര് പറഞ്ഞതുപോലെ മെയ് മാസം ജൂൺ മാസത്തിന് നട്ട ഓണത്തിന് പൂവാവൂന്ന്. ഞാൻ പാകി നിർത്തി. 2 ചട്ടിയിൽ കുനിപ്പ് കിളുത്തു. വടാമുല്ലയും പാകി നിർത്തിയിട്ടുണ്ട്, കുനിപ്പ് കിളുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നട്ട് ഓണാകുമ്പോ പൂക്കളാണ്. എന്നൊക്കെ കേട്ടോ മനസ്സിലിരിക്കണത്. ഇതൊക്കെ നടക്കൂന്നറിയില്ല. എനിക്ക് മണിമുല്ലയുടെ കാര്യത്തിലാണ് എക്സൈറ്റ്മെന്റ്. എനിക്ക് ഞാൻ പാകി നിർത്തിയിട്ടുണ്ട്. തല്ലി അലച്ച് മഴ വരുന്നതിന് മുമ്പ് പറമ്പിൽ നമ്മൾ നട്ട് ഇച്ചിരി പൊങ്ങണം, എന്നാലേ ശരിയാവുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ വലിയ ശുശ്രൂഷ വേണ്ട. ബന്ദിയും വടാമുല്ലയൊക്കെ അങ്ങനെ നിന്നോളൂ. ഇച്ചിരി ചെന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ മഴക്കാലാകുമ്പോൾ നനയ്ക്കുകയും വേണ്ട. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ബൊഗൈൻവില്ലകൾ എല്ലാം പൂത്തൊരുവിധമായി. രണ്ടാമത് പൂത്തു വന്നു. ഇനിയിപ്പോൾ മഴ പിടിക്കുന്ന സമയമാകുമ്പോൾ ചട്ടി മാറ്റി, എനിക്ക് തോന്നണേ മണ്ണ് മാറ്റി വലിയ ചട്ടിയിലേക്ക് ആക്കണമെന്ന് തോന്നണം, വേരോടാൻ വേണ്ടി എന്നെനിക്ക് തോന്നണം കണ്ടിട്ട്.